സംസ്ഥാനത്തെ ആഗോള ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റാൻ 29,500 കോടി രൂപയുടെ ബൃഹത് പദ്ധതി ഒരുങ്ങുന്നു. കേരളത്തിലെ വിമാനത്താവളങ്ങളെയും തുറമുഖങ്ങളെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ആഗോള ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റാൻ 29,500 കോടി രൂപയുടെ ബൃഹത് പദ്ധതി ഒരുങ്ങുന്നു. വ്യോമ സമുദ്ര ശൃംഖലകളെ ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവന്ന് ഏകീകൃത ലോജിസ്റ്റിക് സാമ്പത്തിക വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണ് ലക്ഷ്യം. പദ്ധതിക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിവേദനം സമർപ്പിച്ചതായി പ്രമുഖ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആഗോള സപ്ലൈ ചെയിൻ വിപണിയിൽ വൻ മുന്നേറ്റം ലക്ഷ്യമിടുന്ന ഈ പദ്ധതിയിലൂടെ കയറ്റുമതി ഇറക്കുമതി മേഖലയിലെ ചെലവുകൾ ഗണ്യമായി കുറയ്ക്കാനാകും. കൃഷി, ഫാർമ, ഇലക്ട്രോണിക്സ്, ഇ-കൊമേഴ്സ് എന്നീ മേഖലകൾക്കായി അത്യാധുനിക എയർ മാരിടൈം കാർഗോ സൗകര്യങ്ങളും ഇതോടൊപ്പം വിഭാവനം ചെയ്യുന്നുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സാധ്യതകളെ തിരുവനന്തപുരം വിമാനത്താവളവുമായി സംയോജിപ്പിക്കുന്നതോടെ ദക്ഷിണേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് ഗേറ്റ്വേ ആയി കേരളം മാറും. ഇത് സിംഗപ്പൂർ, കൊളംബോ, ദുബായ് തുടങ്ങിയ വിദേശ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകളെ രാജ്യം ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ അന്താരാഷ്ട്ര കപ്പൽ ജീവനക്കാരുടെ മാറ്റത്തിനുള്ള പ്രധാന കേന്ദ്രമായി വിഴിഞ്ഞത്തെയും വിമാനത്താവളത്തെയും മാറ്റാനും വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള അത്യാധുനിക ഏവിയേഷൻ MRO ക്ലസ്റ്ററുകൾ സ്ഥാപിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. അടുത്ത 3 മുതൽ 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ട അടിസ്ഥാന സൗകര്യ വികസനത്തിനായി വൻതുകയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ പദ്ധതികൾ, അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെ സഹായം, പൊതു സ്വകാര്യ പങ്കാളിത്തം എന്നിവ സമന്വയിപ്പിച്ചാകും പദ്ധതിക്ക് ആവശ്യമായ തുക കണ്ടെത്തുക. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും ദക്ഷിണേന്ത്യയുടെ ലോജിസ്റ്റിക് വികസനത്തിനും നിർണായകമാകുന്ന ഈ ബൃഹത് പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണ ഫെഡറലിസത്തിന്റെ മികച്ച മാതൃകയായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.